എല്ലാവർക്കും നമസ്കാരം. മീഡിയ 3 മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ റെയ്ക്കി എന്ന ഒരു ഹീലിംഗ് ചികിത്സാ രീതിയെക്കുറിച്ചാണ് പറയുന്നത്. എനർജി അഥവാ ഊർജം ഉപയോഗിച്ചുള്ള ഒരു ഹീലിംഗ് രീതിയാണ് റെയ്ക്കി. നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും റെയ്ക്കി എനർജി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഏതൊരു അസുഖത്തിനും ഏതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും അതിപ്പോൾ അലോപ്പതിയോ ആയുർവേദമോ ഹോമിയോ നാച്ചുറോപ്പതിയോ എന്തായാലും അതോടൊപ്പവും റെയ്ക്കി എനർജി നൽകി വളരെ വേഗത്തിൽ സുഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് എനർജിയെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. എന്താണ് എനർജി എന്നും അത് എങ്ങനെയാണ് ശരീരത്തിൽ പ്രയാസമുള്ള ഭാഗത്തേക്ക് നൽകാൻ കഴിയുക എന്നും നല്ല കാര്യങ്ങൾക്കായി റെയ്ക്കി എനർജിയെ എങ്ങനെ ഉപയോഗിക്കാമെന്നും മനസ്സിലാക്കിയാൽ ഏത് പ്രായത്തിലുള്ള വ്യക്തികളുടെ ജീവിതത്തിലും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. നല്ലൊരു വ്യക്തിത്വം വാർത്തെടുക്കാനും നമ്മുടെ ഭാവി ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും സ്ഥിരമായി ആരോഗ്യമുള്ള ഒരു ശരീരം കാത്തുസൂക്ഷിക്കാനും തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണ് റെയ്ക്കി എനർജി. എല്ലാ അസുഖങ്ങൾക്കും എനർജി നൽകാൻ കഴിയുമോ, എങ്ങനെയാണ് എനർജിയിലൂടെ ഒരു വ്യക്തിയെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാകാം. മാത്രമല്ല മറ്റുള്ള എന്തൊക്കെ കാര്യങ്ങൾക്കാണ് റെയ്ക്കി എനർജി ഉപയോഗിക്കാൻ കഴിയുക എന്നും വിശദമായി തന്നെ നോക്കുന്നുണ്ട്. എനർജി പ്രവർത്തിക്കുന്നത് ചെറിയ ഒരവസ്ഥയിലല്ല എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. വളരെ ശക്തമായ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. റെയ്ക്കി പഠിച്ചിട്ടുള്ളവർക്ക് അത് ഭംഗിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റെയ്ക്കി എന്താണെന്നും അതിൻ്റെ നേട്ടങ്ങൾ എന്താണെന്നും വിശദമായി തന്നെ നോക്കാം. ജപ്പാനിലെ ഒരു എനർജി ചികിത്സാ രീതിയാണ് റെയ്ക്കി. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ ഒരു പുരോഹിതനും ഡോക്ടറുമായ മിക്കാവോ ഉസൂയിയാണ് ഈ റെയ്ക്കി എനർജി വികസിപ്പിച്ചെടുത്തത്. ഇതൊരു ഹീലിംഗ് ചികിത്സാ രീതിയാണ്. റെയ്ക്കി എന്നത് ഒരു ജാപ്പനീസ് വാക്കാണ്. റേ എന്നും കി എന്നും പറയുന്ന രണ്ട് വാക്കുകൾ ചേർന്നതാണ് റെയ്ക്കി എന്ന വാക്ക്. റേ എന്നാൽ ഗോഡ്സ് വിസ്ഡം എന്നും അഥവാ കോസ്മിക് പവർ എന്നും അറിയപ്പെടുന്നു. അതായത് നമ്മുടെ പ്രപഞ്ച ജീവശക്തി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കി എന്നാൽ ലൈഫ് ഫോഴ്സ് എനർജി അഥവാ നമ്മുടെ ഉള്ളിലുള്ള ജീവശക്തിയെ അഥവാ പ്രാണനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പ്രപഞ്ച ജീവശക്തിയെയും നമ്മുടെ ഉള്ളിലുള്ള ജീവശക്തിയെയും ഒരുമിച്ച് കണക്റ്റ് ചെയ്തുകൊണ്ടാണ് റെയ്ക്കി എനർജി പ്രവർത്തിക്കുന്നത്. ഇവിടെ എനർജി എന്ന് ഉപയോഗിക്കുന്നത് ഒരു ലൈറ്റ് എനർജിയാണ്. അതായത് പ്രകാശ രൂപത്തിലുള്ള എനർജിയാണ്. പ്രകാശത്തിൻ്റെ ഊർജ കണമാണ്. ഇത് പ്രകൃതിയിൽ നിന്നും സ്വീകരിക്കേണ്ടതും ഈശ്വര ചൈതന്യത്തിൻ്റെ ഭാഗവുമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയുടെ, ദൈവ ചൈതന്യത്തിൻ്റെ, യൂണിവേഴ്സൽ പവറിൻ്റെ സവിശേഷ പ്രഭാവമാണ് റെയ്ക്കി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതും. ഇത് ആത്മീയ സ്വഭാവമുള്ള ഒരു ചികിത്സാ രീതിയാണ്. അതായത് ഹീലിംഗ് മെത്തേഡാണ്. ആത്മീയ സ്വഭാവമുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ യാതൊരു മതത്തിൻ്റെയും ഭാഗവുമല്ല. പഠിച്ചാൽ നമുക്ക് തന്നെ ഈ റെയ്ക്കി എനർജി ഉപയോഗിച്ച് സ്വയം ചികിത്സിക്കാനും മറ്റുള്ളവരെ ചികിത്സിക്കാനും സാധിക്കും. എങ്ങനെയാണ് റെയ്ക്കി എനർജി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. റെയ്ക്കി എനർജിയുടെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് എന്ന മെത്തേഡ്. അടുത്തുള്ള ഒരു വ്യക്തിയിൽ റെയ്ക്കി എനർജി നൽകുന്നത് പോലെ തന്നെ അകലെയുള്ള ഒരു വ്യക്തിയിലേക്കും, അതായത് വിദൂരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയിലേക്കും എനർജി നൽകാൻ കഴിയും എന്നതാണ് ഈ ഡിസ്റ്റൻറ്റ് ഹീലിംഗിൻ്റെ പ്രത്യേകത. അതായത് ഒരു സ്ഥലത്ത്, അതിപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോ ഉള്ള ഒരു വ്യക്തിയിലേക്കും റെയ്ക്കി എനർജി നൽകാവുന്നതാണ്. റെയ്ക്കി പഠിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് വളരെ എളുപ്പം സാധ്യമാകുന്ന ഒന്നാണ്. റെയ്ക്കിയിൽ സിംബലുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യുമ്പോഴും ചില സിംബലുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള വ്യക്തിയിലേക്ക് മാത്രമല്ല, അകലെയുള്ള ഒരു വ്യക്തിയിലേക്കും റെയ്ക്കി എനർജി നൽകാമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്ന ചോദ്യമുണ്ടാകാം. ഇവിടെ അകലെയുള്ള വ്യക്തി ആരാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അയാളുടെ ഒരു ഫോട്ടോയെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് വളരെ ഫലപ്രദമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. എനർജി എങ്ങനെയാണ് ഒരാളുടെ ശരീരത്തിലേക്ക് കടന്ന് അത് പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഭൗതിക ശരീരത്തിന് ചുറ്റുമായി
ഒരു എനർജി ഫീൽഡ് ഉണ്ട്. ആ എനർജി ഫീൽഡിൻ്റെ സഹായത്തോടെയാണ് റെയ്ക്കി എനർജി ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. എനർജി ഫീൽഡ് എന്ന് പറയുമ്പോൾ ഊർജ്ജപാളി എന്ന് പറയാം. അത് ഓരോ വ്യക്തിയുടെയും ഭൗതിക ശരീരത്തിന് പുറമെയായി കാണുന്ന ഒരു ശരീരമാണ്. അതിന് ഊർജ്ജ ശരീരം അഥവാ ഊർജ്ജ വലയം എന്നും പറയുന്നു. ഓറ എന്നും ഇതിനെ അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഓറയുടെ തീവ്രത ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു വ്യക്തി ചെയ്യുന്ന മെഡിറ്റേഷൻ അഥവാ ധ്യാനത്തിനും ആ വ്യക്തിയുടെ ആത്മീയ സാഹചര്യങ്ങൾക്കും അനുസരിച്ചാണ് ഓറയുടെ വ്യത്യാസം ഓരോ വ്യക്തിയിലും കാണുന്നത്. ഇവിടെ ആത്മീയ സാഹചര്യം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ആത്മീയത എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലരുടെ മനസ്സിൽ വരുന്നത് ശരീരത്തിന് പുറമേക്ക് കാണിക്കുന്ന ചില അടയാളങ്ങളും വേഷവിധാനങ്ങളുമാണ് എന്നാണ്. അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക. ആത്മീയത ഏതോ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളുടെ മാത്രം കാര്യമാണ്, നമ്മൾക്കതൊന്നും ബാധകമല്ല എന്നും ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അതും അങ്ങനെയല്ല. ഒരു മനസ്സിൽ ആത്മീയത ഉണ്ടോ എന്നറിയാൻ വളരെ എളുപ്പമാണ്. ആത്മീയതയുടെ പ്രത്യേകതകളിൽ 1-2 കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം. അതായത്, നമ്മുടെ മുന്നിലെത്തുന്ന ഒരാൾ ചിലപ്പോൾ ഒരു സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്കുണ്ടായ മാനസിക വിഷമങ്ങൾ പറയാൻ വരുന്ന ഒരാളായിരിക്കാം. അയാളുടെ വാക്കുകളെയും പ്രവൃത്തികളിലൂടെയും ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനും അയാളെ കേൾക്കാനും, ആൾക്ക് വേണ്ടത് നമ്മളെക്കൊണ്ട് കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കാനും, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞ് സാന്ത്വനിപ്പിക്കാനെങ്കിലും നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മളിൽ ആത്മീയത പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, മറ്റൊരാളെ വേദനിപ്പിക്കാതെ സാഹചര്യങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്ന ഏതൊരാളിലും ആത്മീയത നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ് ആത്മീയതയുടെ ലക്ഷണങ്ങളായി കാണുന്നത്. സ്പിരിച്വാലിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ കുറേയധികം വിശദമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. അതാണ് ഇവിടെ മുൻപ് സൂചിപ്പിച്ചത്. ഒരാളുടെ ധ്യാനത്തിനും ആ വ്യക്തിയുടെ ആത്മീയ സാഹചര്യങ്ങൾക്കും അനുസരിച്ചാണ് ഓറയുടെ വ്യത്യാസം ഒരാളിൽ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ അയാളുടെ എനർജി ലെവലും കൂടുതലായിരിക്കും. നല്ല എനർജി ലെവലിലുള്ള ഒരാളാണെങ്കിൽ, അതായത് ഉയർന്ന എനർജിയുടെ പ്രഭാവമുള്ള ഒരാളാണെങ്കിൽ, അതായത് പുറമേക്കുള്ള ഊർജ്ജവലയത്തിൻ്റെ ശക്തി കൂടിയ ഒരാളാണെങ്കിൽ അയാളിൽ റേക്കി എനർജി പെട്ടെന്ന് പ്രവർത്തിക്കുകയും ഫലം കാണുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ എനർജി ലെവലിനെ മറ്റൊരാൾക്ക് അനുഭവിച്ചറിയാനും സാധിക്കുന്നതാണ്. അതേ എനർജി ലെവലിലുള്ള ഒരാൾക്ക് മാത്രമേ ഒരു വ്യക്തിയുടെ ഓറയെ നിരീക്ഷിക്കാനാവൂ. ഉദാഹരണമായി പറഞ്ഞാൽ, ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാനും അവരോടൊപ്പം കൂടുതൽ നേരം സമയം ചെലവഴിക്കാനും തോന്നുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെപ്പോലെ തന്നെ ആ വ്യക്തിയും എനർജി ലെവൽ അധികമായുള്ള ഒരാളാണ് എന്ന്. എന്നാൽ ചിലരോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിൽക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ടയേർഡ് ആകുന്നത് പോലെ തോന്നാം, ക്ഷീണം അനുഭവിക്കുന്ന പോലെ തോന്നാം. അപ്പോൾ മനസ്സിലാക്കുക, അവരുടെ എനർജി ലെവൽ കുറവാണ് എന്ന്. അവിടെ നമുക്ക് അധിക നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അയാളുമായിട്ട് സംസാരിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇവിടെ എനർജി ലെവൽ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ മെഡിറ്റേഷൻ, ധ്യാനം, യോഗ ഇതൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. മെഡിറ്റേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ആവശ്യമുള്ളവർ അത് കാണുക. ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. വെറുതെ മെഡിറ്റേഷൻ എടുത്തതുകൊണ്ട് മാത്രം കാര്യമായില്ല. അതോടൊപ്പം തന്നെ നല്ല ഫുഡ് കഴിക്കണം, നല്ലതുപോലെ വ്യായാമം ചെയ്യണം, നല്ല ഉറക്കം തുടങ്ങിയവ എല്ലാം തന്നെ ഒരു വ്യക്തിയുടെ എനർജി ലെവൽ കൂട്ടുന്നതിനുള്ള കാര്യങ്ങളാണ്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഒരാളുടെ എനർജി ലെവൽ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനായി ഈ എനർജിയുടെ, അതായത് ഭൗതിക ശരീരത്തിൻ്റെ പുറമേക്കുള്ള ഊർജ്ജ വലയത്തിൻ്റെ ഫോട്ടോ എടുക്കാനും സാധിക്കുന്നതാണ്. നമ്മുടെ സാധാരണയുള്ള ക്യാമറ ഉപയോഗിച്ചല്ല ഫോട്ടോ എടുക്കുന്നത്. എനർജിയുടെ ഫോട്ടോ എടുക്കുന്നതിനായി ഉപയോഗിക്കുന്ന ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ചൊരു ക്യാമറയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും,
ക്രില്യൻ ക്യാമറ എന്നാണ് അതിന് പറയുന്നത്. റഷ്യയിൽ നിന്നും ഡോക്ടർ ക്രില്യനാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ക്രില്യൻ ക്യാമറ ഉപയോഗിച്ച് ഊർജ്ജവലയത്തിൻ്റെ, അതായത് ഓറയുടെ ചിത്രം പകർത്താൻ സാധിക്കും. നമ്മൾ ഒരാളിലേക്ക് റേക്കിയുടെ എനർജി കൊടുക്കുമ്പോൾ ആദ്യം പ്രവർത്തിക്കുന്നത് ആ വ്യക്തിയിലെ ഈ ഓറയിലാണ്, അല്ലെങ്കിൽ ഈ ഊർജ്ജ ശരീരത്തിലാണ്, ഊർജ്ജ വലയത്തിലാണ്. ക്രമേണ അത് വ്യക്തികളുടെ ശരീരഭാഗങ്ങളിലേക്ക് കടക്കുന്നു. അങ്ങനെയാണ് ചികിത്സ സാധ്യമാകുന്നത്. റേക്കിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ റേക്കിയുടെ ഉത്ഭവത്തെക്കുറിച്ചുകൂടെ മനസ്സിലാക്കാം. ജപ്പാനിൽ നിന്നും ഡോക്ടർ മികാവോ ഉസുയിയാണ് റേക്കി എനർജി വികസിപ്പിച്ചെടുത്തതെന്ന് പറഞ്ഞല്ലോ. ആ ഉത്ഭവ ചരിത്രം കൂടെ മനസ്സിലാക്കി പോകാം. ജപ്പാനിൽ വൈദികനായ ഡോക്ടർ മികാവോ ഉസുയി ഒരു സെമിനാരിയിൽ പ്രിൻസിപ്പളായിരുന്ന കാലം. അന്ന് അവിടുത്തെ കുട്ടികൾ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ചോദ്യം ഇതായിരുന്നു: ക്രിസ്തുദേവൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചും രോഗശാന്തിയെക്കുറിച്ചും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ അന്നു സാധ്യമായതെല്ലാം എന്തുകൊണ്ട് ഇപ്പോൾ ഒരാളിൽ സാധ്യമാകുന്നില്ല? അപ്പോൾ അവയെല്ലാം സത്യമാണോ? ഇതായിരുന്നു ഒരു വിദ്യാർത്ഥി ചോദിച്ച ചോദ്യം. എന്നാൽ ഡോക്ടർ ഉസുയിക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം അപ്പോൾ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. റേക്കിയെക്കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചോദ്യവും ഇതായിരുന്നു. അമേരിക്കയിലെ ചിക്കാഗോ സർവകലാശാലയിൽ തിയോളജിയിൽ ഉപരിപഠനം നടത്തുമ്പോഴും ആ ചോദ്യം ഉസുയിയുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ചൈനയിലും അന്വേഷണം തുടർന്നെങ്കിലും വ്യക്തമായ ഒരു ഉത്തരം ഉസുയിക്ക് കിട്ടിയിരുന്നില്ല. ഒടുവിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി വടക്കേ ഇന്ത്യയിലെത്തിയ ഉസുയിക്ക് താൻ അന്വേഷിക്കുന്ന ആ വിദ്യാർത്ഥിയുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് തൃപ്തികരമായ ചില സൂചനകൾ ലഭിച്ചു. ഇന്ത്യയിൽ നിന്നും റേക്കിയുടെ ഉത്ഭവം കണ്ടെത്തിയ ഉസുയി ഇന്ത്യയിൽ പഠനം തുടരാൻ തീരുമാനിക്കുകയും സംസ്കൃത ഭാഷയും പുരാതന ലിഖിതങ്ങളും ഉസുയി ഭംഗിയായി പഠിക്കുകയും ചെയ്തു. തിരികെ ജപ്പാനിലെത്തിയ ഉസുയി അവിടുത്തെ ബുദ്ധസൂത്രങ്ങളിൽ സംസ്കൃതത്തിൽ താൻ കണ്ടതായ ചില സൂത്രങ്ങളും ചിഹ്നങ്ങളും കണ്ടെത്തുകയുണ്ടായി. അത് താൻ ഇന്ത്യയിൽ നിന്നും മനസ്സിലാക്കിയ ചിഹ്നങ്ങളോട് സാദൃശ്യമുള്ളതായി അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ കൂടുതൽ വിശദമായി തന്നെ ബുദ്ധസൂത്രങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇതേ സമയം ജപ്പാനിലെ കൊയോട്ട എന്ന സ്ഥലത്ത് ഒരു ആശ്രമത്തിൽ താമസിക്കുകയായിരുന്നു ഉസുയി. അദ്ദേഹം അവിടെ ആ ആശ്രമത്തിൽ നിന്ന് 16 മൈൽ അകലെയുള്ള കുരിയാർ എന്ന ഒരു മലയിലേക്ക് തപസ്സിനായി പോയി. പഠിച്ച സൂത്രങ്ങളുടെയും ചിഹ്നങ്ങളുടെയും അർത്ഥവും ശക്തിയും മനസ്സിലാക്കുന്നതിനായി അവിടെ 21 ദിവസത്തെ നീണ്ട ഉപവാസ ധ്യാനം നടത്തി. ഉപവാസത്തിൻ്റെ അവസാന ദിവസമായപ്പോഴേക്കും പെട്ടെന്ന് ചക്രവാളത്തിൽ നിന്നും ഒരു പ്രകാശം ധ്യാനത്തിലിരുന്ന ഉസുയിക്ക് നേരെ വരുന്നതായി കണ്ടു. വലുതായി വലുതായി വരുന്ന ആ പ്രകാശവലയം അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. ഉസുയിയുടെ തിരുനെറ്റിയിൽ ശക്തമായി പതിച്ചു. അതിൻ്റെ ആഘാതം താങ്ങാനാവാതെ താനിപ്പോൾ മരിച്ചു പോകുമെന്ന അവസ്ഥ വരെ എത്തുമെന്ന് ഉസുയിക്ക് തോന്നി. കുറച്ച് നിമിഷങ്ങൾ അദ്ദേഹം നിശ്ചലനായിരുന്നു. ചുറ്റും മഴവില്ലിൻ്റെ വർണ്ണരശ്മികൾ നൃത്തം വയ്ക്കുന്നതായി അദ്ദേഹം മനസ്സിൽ കണ്ടു. നന്നായി വെളുത്ത ആ പ്രകാശത്തിൽ നിന്നും ഒരു സംസ്കൃത ചിഹ്നം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു. അദ്ദേഹം മന്ത്രിച്ചു, ഞാൻ ഓർക്കുന്നു, ഞാൻ ഓർക്കുന്നു. ഇതായിരുന്നു ഉസുയി പുനഃസൃഷ്ടിച്ചെടുത്ത റേക്കിയുടെ തുടക്കം. സാധാരണ ബോധത്തിലെത്തി കണ്ണു തുറന്നു നോക്കുമ്പോൾ ഉസുയി കണ്ടത് തിളങ്ങി നിൽക്കുന്ന സൂര്യനെയാണ്. ഒരു നവോന്മേഷത്തോടെ അദ്ദേഹം ആ കുരിയാർ മലയിറങ്ങാൻ തീരുമാനിച്ചു. മലയിറങ്ങി വരുന്ന വഴിയിൽ ഒരു വലിയ കല്ലിൽ തട്ടി അദ്ദേഹം വീഴാനിടയായി. കാൽമുട്ടി ചോര വാർന്നു. എന്തോ ഒരു പ്രചോദനത്താൽ ചോര വാർന്ന മുറിവിൽ അദ്ദേഹം തൻ്റെ കൈകൾ വെച്ചു. പെട്ടെന്ന് തന്നെ ചോര നിൽക്കുകയും മുറിവിൻ്റെ വേദന കുറഞ്ഞ് ഭേദമാവുകയും ചെയ്തു. അങ്ങനെ ഒന്നാമത്തെ റേക്കി അത്ഭുതം അവിടെ സംഭവിച്ചു. ആ സംഭവം മുതൽ അനുഭവങ്ങളുടെ ഘോഷയാത്രയായിരുന്നു റേക്കിയുടെ കാര്യത്തിൽ ഉസുയിക്ക് സംഭവിച്ചത്. കാലക്രമത്തിൽ ക്രമബദ്ധമായ ഒരു ചികിത്സാ പദ്ധതിയായി പിന്നീട് റേക്കി ആവിഷ്കരിക്കപ്പെട്ടു. ധാരാളം ശിഷ്യന്മാരുണ്ടായി. നിരവധി റേക്കി സംഘടനകൾ രൂപം കൊണ്ടു. അത് ജപ്പാനിൽ നിന്നും ലോകത്താകമാനം വികസിക്കുകയും ചെയ്തു. നന്ദിയും സ്നേഹവും നിറഞ്ഞ മനസ്സോടെ റേക്കിയെ ഇന്ന് ലോകമനസ്സ് സ്വീകരിച്ചു കഴിഞ്ഞു.
ഇന്ന് റേക്കി പഠന ക്ലാസുകൾ കേരളത്തിലും പല സ്ഥലങ്ങളിലും നടക്കുന്നുമുണ്ട്. പഠിക്കാൻ കഴിയുമെങ്കിൽ പഠിക്കുന്നത് വളരെ നല്ലതാണ്. വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹത്തിനും റേക്കി കൊണ്ട് വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. റേക്കി ചികിത്സാ രീതികളെക്കുറിച്ചും റേക്കി എനർജി ഉപയോഗിച്ച് ഏതൊക്കെ അസുഖങ്ങളെ എങ്ങനെ സുഖപ്പെടുത്താമെന്നും റേക്കിയിലൂടെ എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങളെ നേടിയെടുക്കാൻ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ തുടർന്നുള്ള വീഡിയോയിൽ നോക്കാം. നന്ദി, നമസ്കാരം.